ഈശോയെ ക്രൂശിക്കാനുണ്ടായ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്നാണ് ഈശോ തൻ്റെ ഫുൾ പേരുപയോഗിച്ചു. ഈശോ തൻ്റെ മേൽവിലാസം ഉപയോഗിച്ചു. ഈശോ തൻ്റെ അപ്പൻ്റെ പേര് പറഞ്ഞു. ഈശോയുടെ ലൈഫ് നോക്കുമ്പോൾ സുവിശേഷത്തിൽ ഏറ്റവും ആദ്യം ഈശോ സംസാരിക്കുന്ന 12-ാമത്തെ വയസ്സിലാണ്. അപ്പോൾ ആദ്യം പറഞ്ഞ വാക്കെന്തെന്നറിയാമോ? ഞാൻ എൻ്റെ അപ്പൻ്റെ വീട്ടിലായിരിക്കേണ്ട ആളല്ലേ. ഈശോ കുരിശിൽ കിടന്ന അവസാനത്തെ വാക്ക് പറഞ്ഞ എന്താ? അപ്പ, എൻ്റെ ആത്മാവിനെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഈശോയുടെ ലൈഫിൽ ഈശോ തൻ്റെ അപ്പനായിട്ടുള്ള കണക്ഷനെക്കുറിച്ച് പറഞ്ഞിരുന്നത്. എത്ര തിരക്കുള്ള ദിവസമാണെങ്കിലും രാത്രിയിൽ ഏതെങ്കിലുമൊക്കെ ഒറ്റപ്പെട്ട സ്ഥലത്ത് പോയിട്ട് അപ്പനായിട്ടിരുന്ന് പ്രാർത്ഥിക്കും. ഈ ദിവസങ്ങളിൽ ഗോസ്പെല് നോക്കി ഈശോ പറയുന്ന അപ്പ, നമ്മൾ രണ്ടുപേരും ഒന്നായിരിക്കുന്ന പോലെ നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരൊക്കെ ഒന്നായിട്ടിരിക്കാനാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഞാൻ അപ്പനിലും അപ്പൻ എന്നിലും ആണെന്ന് ആൾക്കാർ വിശ്വസിക്കട്ടെ. അപ്പോൾ അപ്പനായിട്ടുള്ള കണക്ഷനെക്കുറിച്ച് ഈശോ നിരന്തരമായി സംസാരിച്ചുകൊണ്ടിരുന്നു. ഇതാണ് ഈശോയെ കൊല്ലാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന്. ഈ ദിവസങ്ങളിൽ നമ്മുടെ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഫുൾ അഡ്രസ്സ് പറഞ്ഞു, ഫുൾ പേര് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് വലിയ ചർച്ച നടക്കുകയാണ്. വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന് പറഞ്ഞ് അദ്ദേഹം ഓത്തെടുത്തത് വലിയ ചർച്ചയ്ക്ക് വഴിയിട്ടിരിക്കുകയാണ്. നമ്മൾ ശരിക്കും ചർച്ച ചെയ്യേണ്ടത് എന്താ? നമ്മൾ ചർച്ച ചെയ്യേണ്ടത് ഈ മന്ത്രിസ്ഥാനത്തിൻ്റെ വിഭജനത്തെക്കുറിച്ച് ചിന്തിക്കുക, അതിൻ്റെ വകുപ്പുകളെക്കുറിച്ച് ചിന്തിക്കുക. എങ്ങനെയാണത് വിഭജിച്ചു കൊടുത്തത്? പാർട്ടിയുടെ പേരിൽ, ഘടകകക്ഷികളുടെ പേരിൽ, മതത്തിൻ്റെ പേരിൽ, ജാതിയുടെ പേരിൽ, സമുദായത്തിൻ്റെ പേരിൽ പങ്കുവെച്ച് കൊടുത്തതല്ല ചെയ്തത്. അങ്ങനെ പങ്കുവെച്ച് കൊടുക്കുമ്പോൾ ക്വാളിറ്റി അഷ്യൂർ ചെയ്യാൻ പറ്റുമോ? ഈ സംവരണം വന്നപ്പോഴേക്കും എത്രയോ മിടുക്കന്മാർ പുറന്തള്ളപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ ചർച്ച ചെയ്യേണ്ടത് എന്താ? എന്തിൻ്റെ പേരിലാണ് സീറ്റ് കൊടുക്കേണ്ടത്? എന്തിൻ്റെ പേരിലാണ് മന്ത്രിമാരെ തിരഞ്ഞെടുക്കേണ്ടത്? ഇന്നത്തെ ഗോസ്പലിൽ ഈശോ ശിഷ്യന്മാർക്ക് വേണ്ടി മാത്രമല്ല, ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അതുകൊണ്ടാണ് ഇതിനെ യൂണിവേഴ്സൽ പ്രയർ എന്ന് പറയാം. എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? ദാറ്റ് ദേ മേ ബി വൺ. അവരൊന്നായിരിക്കേണ്ടതിന്. ആരും ജാതിവാലിൻ്റെ ഭാരം കൊണ്ട് നടക്കരുതെന്നാണ് പറയാം. എല്ലാവരും ഉൾക്കൊള്ളുന്ന ഒന്നിലേക്കുള്ള യാത്ര നമ്മൾ ആരംഭിക്കണ്ടേ?